കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കേരള സർവകലാശാല 3ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ എക്സാമിനേഷനുള്ള മാറ്റമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ പുതുക്കിയ തീയതിയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. കേരള സർവകലാശാലയുടെ 3ാം സെമസ്റ്റർ CR, CBCS, CBCS, BA, BSc, BCom, BBA, BCA, BVOC, BSW കോഴ്സുകളുടെ റെഗുലർ 2023 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ, അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 2022 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെയും, സപ്ലിമെൻ്ററി 2020-21 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ, മേഴ്സി ചാൻസ് 2013 മുതൽ 2019 വരെയുള്ള വിദ്യാർത്ഥികളുടെയും എക്സാമിനേഷനാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ ടൈം ടേബിൾ വന്നിരുന്നു. ഫെബ്രുവരി 17 മുതലാണ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇപ്പോൾ അത് മാറ്റി 24 മുതലാണ് എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പുനഃക്രമീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈം ടേബിൾ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3rd സെമസ്റ്റർ BA എക്കണോമിക്സ് വിദ്യാർത്ഥികളുടെ, അതുപോലെ തന്നെ BA ഇംഗ്ലീഷ് ആൻഡ് മലയാളം വിദ്യാർത്ഥികളുടെ, BCom വിദ്യാർത്ഥികളുടെ, BCom കൊമേഴ്സ് ആൻഡ് ടൂറിസം വിദ്യാർത്ഥികളുടെ, BSc ബയോടെക്നോളജി, അതുപോലെ തന്നെ BSc വിദ്യാർത്ഥികളുടെ, BVOC വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ എല്ലാവരുടെയും ടൈം ടേബിളുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം BCom വിദ്യാർത്ഥികൾക്ക് 17 മുതൽ സ്റ്റാർട്ട് ചെയ്യാനിരുന്ന എക്സാം എല്ലാ വിദ്യാർത്ഥികൾക്കും മാറ്റി. അതുപോലെ തന്നെ BCom വിദ്യാർത്ഥികളുടെ എക്സാമിനേഷൻ്റെ ടൈം ടേബിളാണ് നമ്മൾ ഈ പറയുന്നത്. എക്സാം തുടങ്ങുന്നത് ഫെബ്രുവരി 24 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 24-ാം തീയതി ഇംഗ്ലീഷാണ് നിങ്ങളുടെ എക്സാം ആയിട്ട് വരുന്നത്. പിന്നീട് വരുന്നത് 27-ാം തീയതിയാണ്. 27-ാം തീയതി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻ്റ് ആണ് എക്സാം. 2014 മുതൽ 17 വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ്, 2013 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ബിസിനസ് എൻവയോൺമെൻ്റ് ആണ്, ഓൺട്രപ്രണർഷിപ്പ് ആണ് നിങ്ങളുടെ എക്സാം. നിങ്ങളത് ടൈം ടേബിൾ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വരുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. മാർച്ച് 3-ാം തീയതി നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് കമ്പനി അഡ്മിനിസ്ട്രേഷനാണ് എക്സാം. അതിനുശേഷം പിന്നെ വരുന്നത് മാർച്ച് 5-ാം തീയതിയാണ്. മാർച്ച് 5-ാം തീയതി അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് എക്സാം ആയിട്ട് വരുന്നത്. അതിനുശേഷം വരുന്നത് മാർച്ച് 7-ാം തീയതിയാണ്. മാർച്ച് 7-ാം തീയതി ബിസിനസ് ആണ് എക്സാം ആയിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ മാർച്ച് 10-ാം തീയതിയാണ്. മാർച്ച് 10-ാം തീയതി നിങ്ങളുടെ ഇലക്റ്റീവ് സബ്ജക്റ്റ് ആണ് വരുന്നത്. ഇതുപോലെ തന്നെ ട്രാവൽ ആൻഡ് ടൂറിസം വിദ്യാർത്ഥികളുടെയും, BCom കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റ് ഫിനാൻസ് സബ്ജക്റ്റ് ഇല്ലെന്നുള്ളത്. ഇതിപ്പം ഫിനാൻസ്, അതുപോലെ തന്നെ കോർപ്പറേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ ആണ്. കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിദ്യാർത്ഥികളുടെ സെപ്പറേറ്റ് ആയിട്ടാണ് ടൈം ടേബിൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ടൈം ടേബിളും നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്